CMR Lexalogic സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്ത് ഇഡി. 9 മണിക്കൂറോളമാണ് വീണയെ ഇഡി ഇന്ന് ചോദ്യം ചെയ്തത്. രണ്ടാം തവണയാണ് വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വീണ ടി ഇന്നത്തെ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഏതാണ്ട് 9 മണിക്കൂറോളമാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ നീണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 8:30 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. വീണ ടിക്കൊപ്പം തന്നെ അവരുടെ ഭർത്താവും MLA-യുമായ മുഹമ്മദ് റിയാസും വാഹനത്തിൽ തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനിയും ED വീണ്ടും ചോദ്യം ചെയ്യലിന് വീണയെ വിളിപ്പിക്കും എന്നാണ് EDയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അടുത്ത ആഴ്ച ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഇത് രണ്ടാം തവണയാണ് വീണയെ ED ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല നടപടികൾ വളരെ വേഗത്തിൽ ED ആക്കുന്നു എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. 29-നാണ് നേരത്തെ ഹാജരാകാനായി വീണയ്ക്ക് സമൻസ് ED നൽകിയിരുന്നത്. പക്ഷേ 29-ന് മുമ്പ് ഇന്നത്തേക്ക് തന്നെ ആ ചോദ്യം ചെയ്യൽ മാറ്റുകയാണ് ചെയ്തത്. ഇന്നലെയാണ് ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ള നിർദ്ദേശം വീണയ്ക്ക് ഇന്ന് നൽകിയത് ED. അതിന് പിന്നാലെ രാവിലെ ചോദ്യം ചെയ്യലിന് എത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് SFIOയുടെ പക്കലുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 134ഓളം രേഖകളുണ്ട്. അത് SFIO അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചതാണ്. കുറ്റപത്രത്തിനോട് ഒപ്പമുള്ള രേഖകളാണ്. അത് നേരത്തെ PMLA കോടതി EDക്ക് കൈമാറാൻ ഉത്തരവിട്ടിരുന്നെങ്കിലും SFIO നൽകിയിരുന്നില്ല. വളരെ കാലതാമസം ആ രേഖകൾ നൽകുന്നതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ആ രേഖകൾ EDയുടെ കയ്യിലേക്ക് കിട്ടിയത്. ആ രേഖകൾ കിട്ടിയതിന് പിന്നാലെയാണ് ED ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ നിർണായകമായ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം വീണയോട് ചോദ്യങ്ങൾ ED ചോദിച്ചിട്ടുണ്ടാവുക. ഏതായാലും വീണ്ടും ED ഈ കേസിൽ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്തെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ വ്യക്തതക്കുറവ് EDയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. മാത്രമല്ല അത് മൊഴികളുടെ അടിസ്ഥാനത്തിലും സാമ്പത്തിക ഈ ബാങ്കിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ ആ ഘട്ടത്തിൽ നടന്നിരുന്നത്. പക്ഷേ ഈ SFIയുടെ രേഖകൾ കൂടി ലഭിച്ചതോടുകൂടി കേസിന് EDയെ സംബന്ധിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 29-ന് നിശ്ചയിച്ച ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ നടത്തിയിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം വീണ്ടും വീണയെ ED ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അടുത്ത ദിവസമല്ല അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും ED വീണയ്ക്ക് സമൻസ് അയക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.